ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മുടെ ട്രെൻഡിങ് ആയിട്ടുള്ള വൈറലായിട്ടുള്ള ഇഫ ചിക്കൻ ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. നല്ല ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഞാനിവിടെ ഒരു 5 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ള പീസ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. അടിച്ചൊന്ന് പദം വരുത്തിയതിന് ശേഷം നമുക്കൊന്ന് സ്ലൈസ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്നെല്ലാതും ഒന്ന് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ പൊന്തി നിൽക്കുന്നതൊക്കെ ഒന്ന് ഇതായി കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കണത് കേട്ടോ. പിന്നെ നമുക്ക് ചിക്കൻ ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പം മസാലയൊക്കെ ഉള്ളിലേക്ക് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കണത്. അപ്പോൾ മസാലയൊക്കെ ഉള്ളിലേക്കൊന്ന് പിടിച്ച് നല്ല നല്ലൊരു ടേസ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മറ്റേ തരത്തിലായാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ വലിയ പീസൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ്, ഉള്ളിലേക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ പീസും ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ എല്ല് പോലത്തെ പീസുകളൊന്നല്ല ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടെ മസാല പിടിക്കുകയും ചെയ്യും, പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലത്തെ പീസുകൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ചിക്കനിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീര് കുരുവൊക്കെ മാറ്റിയിട്ട് നമുക്കിതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നാരങ്ങ നീരൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ മസാല ആക്കുകയാണെങ്കിൽ ചിക്കൻ ഒന്ന് സോഫ്റ്റായി കിട്ടും. അതിനാണ് നമ്മൾ ഈ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. നാരങ്ങ നീര് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് മസാലയിൽ കൂടെ പിന്നെയും ചേർക്കും. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അത് രണ്ടുമൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ട് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. വലിയ 5 പീസാണല്ലോ നമ്മൾ എടുക്കണത്. അപ്പോൾ മുളക് പൊടി, ഇനി കാശ്മീരി ചില്ലി, മറ്റേ നോർമൽ ചില്ലി പൗഡറും ഇട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ മുളക് പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് കുരുമുളക് പൊടി ഏകദേശം ഒരു 1.5 മുതൽ 2 ടീസ്പൂൺ വരെ നമുക്കതിലേക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ഈ സംഭവം. കുറച്ച് നല്ല സ്പൈസിയാണ്. ഇനി നമുക്കതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ഏകദേശം 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 മുതൽ 1.25 ടീസ്പൂൺ വരെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഗരം മസാല കുത്താം. അതുകൊണ്ട് ഞാൻ ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ഒക്കെയാണ് 1.5 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടും കൂടെ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ വെളുത്തുള്ളി, ഒരു 1/2 ടീസ്പൂണിലധികം ഇഞ്ചി പേസ്റ്റുമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്കൊരു 4 മുതൽ 5 ടേബിൾ സ്പൂൺ വരെ തൈര് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് 1 സ്പൂൺ വിനീഗർ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഒന്ന് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കനിലേക്ക്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. അപ്പോൾ കുറച്ച് സ്പൈസി ആയിട്ടുള്ള ഒരു മസാല തന്നെയാണ് നമ്മളിവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ വിനീഗറും തൈരൊക്കെ ചേർത്ത് വരുമ്പോൾ ഒരു നല്ലൊരു ക്രീമി ടെക്സ്ചറും കൂടെ ആയി കിട്ടും. ക്രീമി അല്ല, ഒരു നല്ലൊരു സോഫ്റ്റ് ആവാനൊക്കെയാണ് നമ്മൾ വിനീഗർ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു പുളിപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു ടേസ്റ്റിൽ തന്നെ കിട്ടും. ഇനി നമുക്കിത് നമ്മുടെ ചിക്കനിലേക്ക് പുരട്ടി കൊടുക്കാം. നല്ലൊരു സ്പൈസി മസാല തന്നെയാണ്. പിന്നെ കാശ്മീരി ചില്ലി പൗഡറൊക്കെ ചേർക്കുമ്പോൾ കുറച്ചും കൂടെ ഒരു റെഡ് കളർ കിട്ടും. അതും കൂടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പോൾ കാശ്മീരി ഇല്ല, നമ്മളെ വീട്ടിൽ പൊടിപ്പിച്ചിട്ടുള്ള മുളക് പൊടി തന്നെയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. അത്യാവശ്യം എരിവൊക്കെ ഉള്ള തന്നെ മുളക് പൊടിയാണ്. അപ്പോൾ അത് നമ്മുടെ ചിക്കനിലേക്ക് നന്നായി ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ മസാല പിടിപ്പിച്ച് കൊടുക്കണം. ഇനി നല്ല മസാല പിടിപ്പിച്ചതിന് ശേഷം നമുക്കത് ഏകദേശം ഒരു 1 to 2 മണിക്കൂറൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കതിലേക്കുള്ളൊരു ക്രീം തയ്യാറാക്കിയെടുക്കണം. അതിനായിട്ട് 3 എഗ്ഗ് ഇവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വെള്ളം മാത്രമാണ് എടുക്കുക കേട്ടോ. അതിൻ്റെ എഗ് വൈറ്റ് മാത്രം എടുക്കുകയുള്ളൂ, ഉണ്ണി എടുക്കില്ല. അതിലേക്ക് ഒരു 4-5 വെളുത്തുള്ളി
ഫ്രഷ് ക്രീം ഏകദേശം ഒരു 5 മുതൽ ഒരു 6 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലൊരു തിക്നെസ് കിട്ടും. നമ്മുടെ ഈ ഒരു വൈറ്റ് സോസാണ് കേട്ടോ. വൈറ്റ് സോസ് ഒരു നല്ലൊരു ക്രീമി വൈറ്റ് സോസാണ്. അതിലേക്കൊരു 3 സ്ലൈസ് ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്ലൈസ് ചീസാണ് നമ്മളിവിടെ ഇട്ട് കൊടുക്കണത്. ഇത് ദുബായിലൊക്കെ വൈറലായിട്ടുള്ളൊരു ചിക്കനാണ് ഇഫ ചിക്കൻ. ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും, പലർക്കും അറിയുന്നതായിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. പിന്നെ നമുക്ക് ഷോപ്പിലൊന്നും പോയി കഴിക്കാണ്ട് ഇവിടെ നാട്ടിലും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്നതല്ലോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾക്ക് കൂടെ ഒന്ന് പരിചയപ്പെടുത്തിയതാണ്. അപ്പോൾ ഇതൊരു 3 സ്ലൈസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. അതും കൂടി ചേർത്ത് നമുക്കൊന്ന് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു 3 മുതൽ 4 ടേബിൾ സ്പൂൺ വരെ ഓയിൽ, സൺഫ്ലവർ ഓയിലാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണത്. അതൊരു 5-6 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മയോണൈസൊക്കെ അടിക്കുമ്പോൾ കണ്ടിട്ടില്ല, നല്ലൊരു ക്രീമി ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു 6 ടേബിൾ സ്പൂൺ വരെ നമ്മളിത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതും കൂടുതൽ ഓയിലൊന്നല്ല, ഒരു 5-6 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത്ര ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. അതിന് നമ്മൾ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഒരു ഇതിൽ തന്നെ എല്ലാം കൂടെ ഇട്ട് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അപ്പോൾ നമുക്കതിന് മുകളിലേക്ക് തന്നെ ക്രീം ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം. നല്ല മസാല ഒക്കെ പൊതിഞ്ഞിരിക്കുന്നത് ഒരു ചിക്കൻ തന്നെയാണ്. അപ്പം നമ്മുടെ 5 പീസും ഞാനിതിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നല്ല ഓയിലൊന്നും മുങ്ങിക്കിടന്ന് അങ്ങനെ കുക്കാവേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കുറച്ച് ഓയിലിൽ കിടന്നിട്ട് നമുക്ക് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ഭാഗം ആയി വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ നമുക്ക് എയർ ഫ്രയറിൽ വേണമെങ്കിലും ചെയ്യാം. മസാല പരട്ടിയിട്ട് എയർ ഫ്രയറിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ കുക്കായി വരുമ്പോൾ മുകളിൽ നമ്മുടെ സോസ് ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെറ്റാക്കി എടുക്കാം. ഇതിപ്പോൾ ഏകദേശം നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് കുക്ക് ചെയ്തെടുത്തതാണ്. ഇനി നമുക്ക് തീ ഓഫ് ആക്കരുത്. ഒരു ലാസ്റ്റ് ടൈമിൽ ഒരുവിധം കുക്കായതിൻ്റെ ശേഷം നമ്മളിതൊരു മുകളിലൊക്കെ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ലപോലെ മെൽറ്റായി നലിഞ്ഞ് വരണം. അപ്പോൾ അതും ചിക്കനും മേലൊക്കെ ഇങ്ങനെ മുകൾ ഭാഗത്ത് നല്ലപോലെ പിടിച്ച് കിട്ടണം. അപ്പോൾ അതിന് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്ത് സിമ്മിലിട്ട് കൊടുത്താലും മതി. ഓൾറെഡി നമ്മുടെ ചിക്കനൊക്കെ അത്യാവശ്യം വെന്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പിന്നെ തിരിച്ചിട്ട് കൊടുക്കൊന്നുമില്ല, ഇങ്ങനെ തന്നെ ആണ് വെക്കുക. അപ്പോൾ നമ്മുടെ അടിഭാഗം കരിഞ്ഞു പോകരുത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ ഒന്ന് അടച്ച് വെച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ചെറിയ തീയിൽ, ഒരു 3-4 മിനിറ്റൊക്കെ നമുക്ക് ചെറിയ തീയിലൊന്ന് വെച്ച് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുമ്പോൾ തന്നെ ആ ചിക്കൻ്റെ കുക്കായ ചിക്കനും പിന്നെ ഈ ഒരു ക്രീമും കൂടെ വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നല്ലപോലെ വരിക. അപ്പോൾ ഇതാ ഒന്ന് നല്ലപോലെ മെൽറ്റായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇഫ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കുബൂസിൽക്കൊക്കെയാണ് നല്ല കോമ്പിനേഷൻ. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. ഇതിലേക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട, വെറുതെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമുക്ക് കുബൂസിൻ്റെ കൂടെ ആണെങ്കിൽ ഒന്നും കൂടെ ഇതായി കിട്ടും. ഇനിയിപ്പോൾ വെറുതെ കഴിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ കഴിക്കാം. പക്ഷേ കുബൂസിൻ്റെ കൂടെ ആയിരിക്കും ഒന്നും കൂടെ ടേസ്റ്റ് ആയിട്ട് ഇരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി വേണമെങ്കിൽ ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ എങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇന്ന് കാണിച്ച്